അതെ നമുക്ക് കാർ മേടിക്കാനുള്ള പൈസ കിട്ടും. നമ്മള് കാർ വാങ്ങിക്കാൻ പോണു. എടി ആമി നമ്മള് കാർ വാങ്ങിക്കാൻ പോണു. മിണ്ടാരി, ഇവിടെ ആരും കാറൊന്നും വാങ്ങിക്കാൻ പോണില്ല. കാശാരി അച്ഛൻ എവിടുന്നോ കുറച്ച് അധികം പൈസ ഒട്ടനെ വരാനുണ്ട്. അച്ഛനാ? അച്ഛൻ നിന്റെ അടുത്ത് പറഞ്ഞ? അച്ഛൻ പറഞ്ഞില്ല, ഞാൻ അത് മാറിന്ന് കേട്ടതാ. എന്നിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പൊ അച്ഛൻ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. അപ്പൊ ഉറപ്പാ മിനിമം ഒരു 10 ലക്ഷം രൂപയെങ്കിലും വരാനുണ്ട്. അച്ഛനാ? 10 ലക്ഷം? ഇനി നമ്മളറിയാതെ വല്ല റിയാലിറ്റി ഷോയിലും പോയി പങ്കെടുത്താന്തോ? തള്ളുമാസത്തിനാണെങ്കിൽ ഫസ്റ്റ് അടിച്ചിരിക്കും. അപ്പൊ പിന്നെ കഴിഞ്ഞിട്ടുള്ള ബാക്കിയായിരിക്കും. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ മൂത്തോരെ കളിയാക്കരുതെന്ന്. ഇതൊന്നും ആയിരിക്കില്ല. ഇത് വല്ല ചിട്ടിയോ ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ അറിയാതെ അച്ഛൻ ഒന്നിനും ചേർന്നിട്ടുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടല്ല. നമ്മളെപ്പോഴും പറയാറില്ലേ അച്ഛൻ ഈ പെൻഷൻ കിട്ടുന്ന പൈസയൊക്കെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന്. ചിലപ്പോ ഇതായിരിക്കും സംഭവം. ചിലവ് ശരിയായിരിക്കും. മിണ്ടാരി മകളെ, കാറൊന്നും വാങ്ങിക്കാനുള്ള കാശ് അച്ഛൻ തരാൻ പോണില്ല. ചിലപ്പോ 2 പശുവിന് വാങ്ങിക്കാനുള്ള കാശ് അച്ഛൻ തരും. 2 പശുവോ? നേരത്തെ ഒരെണ്ണമായിരുന്നല്ലോ. 10 ലക്ഷം രൂപ ഇരിക്കുകയല്ലേ, 2 പശുവിനുള്ള കാശൊക്കെ തരും. എവിടെ ഇരിക്കുന്നു? അച്ഛനത് പുറത്ത് കാണിക്കും തോന്നുന്നുണ്ടോ? ഇനി അഥവാ കാണിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞൊരു കാറ് മേടിക്കുന്ന കാര്യം ഞാൻ സമ്മതിപ്പിക്കും. നീ ചെന്ന് കാറ് വെച്ചാൽ ഉള്ള 2 പശുവും കൂടെ ഇല്ലാതാവേ. കാറ് മതി. അപ്പൊ ഇപ്പൊ നമുക്ക് വല്ലതും വാങ്ങിച്ചു തരുമായിരിക്കും. വല്ല അച്ചപ്പോന്നോർക്കോ പ്രതീക്ഷിച്ചാ മതി കേട്ടാ. എടേ ആരോടെങ്കിലും ഒന്ന് ചോദിക്കടേ. ധനരാജനാ? അത് ശരിയാ. നീ നമ്പറിൽ കൂടെ അയച്ചാ, ഞാൻ വിളിച്ചോളാം. ഞാൻ പിന്നെ വിളിക്കാമേ. അച്ഛൻ ഞാന് വെറുതെ കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്തോട്ട് പോയതാണ്. ജംഗ്ഷനിലെത്തിയപ്പം കടയിലൊരു തലയെടുപ്പുള്ള ഡബിൾ ഉണ്ട്. പെട്ടെന്ന് ഞാൻ അച്ഛനെ അങ്ങ് ഓർത്തു. മുന്നും പിന്നും നോക്കിയില്ല, പൊന്നും വില കൊടുത്ത് അധികം മേടിച്ചു. എങ്ങനെയുണ്ടച്ചാ? ഇത് കൊള്ളാമല്ലോടാ, നന്നായിട്ടുണ്ട് കേട്ടോ. വിലയെന്ന് ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. എന്റെ പൈസ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ പൈസ ആണല്ലോ. ഒരു കൂട്ടുകുടുംബമൊക്കെ ആകുമ്പം അങ്ങനെയൊക്കെ അല്ലേ. എന്തായാലും നീ എനിക്കൊരു മുണ്ട് വാങ്ങി തന്നല്ലോ, സന്തോഷം. അച്ഛാ, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നേ. എന്തുവാടാ? നമുക്ക് 2 പശുവിനെ അങ്ങ് മേടിച്ചാലോ? ഞാൻ രാവിലെ ആശയോട് പറഞ്ഞതല്ലേ ഉള്ളൂ. പിന്നെ ടെലിപ്പതി. നീ പശുവിനെ വാങ്ങിയാലും കാറ് വാങ്ങിയാലും എനിക്ക് ഭയങ്കര സന്തോഷം. 2 കൂടെ ഒരുമിച്ച് വെച്ചാൽ അതിന് സന്തോഷം. ഒരു കുടുംബം ഇതൊക്കെ വേണ്ടേ? എന്നാലേ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറും ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി 2 പശുവിനെ അങ്ങ് മേടിക്കാം. പിന്നെ നീ ധൈര്യമായിട്ട് നോക്കിക്കോ. അച്ഛാ, പൈസ എപ്പോ കിട്ടും? ഏത് പൈസടാ? മറ്റേ 10 ലക്ഷം. ഏത് 10 ലക്ഷം? എന്തോന്ന് വെച്ചാ നമ്മൾ തമ്മിൽ എന്തെന്നെ ഒരു ഒളിച്ചെളി. എന്നില്ലെങ്കിൽ ഞാൻ മുണ്ടൊക്കെ വാങ്ങിച്ചു തന്നല്ലേ. എടാ ചെറുക്ക, എനിക്ക് ഒരിടത്തൊന്നും പൈസ ഒന്നും വരാനില്ല. നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അച്ഛന് 20 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞു. കൊള്ളാന്നോ? ഇവ ഇത് എവിടെ നിറഞ്ഞു? എടാ കിട്ടിയില്ല, കിട്ടേ ഉള്ളൂ. 20 അല്ല 10. ഇതെന്തോന്നടാ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ അടുത്ത് ശമ്പു പറഞ്ഞു, അവനെ ബാറ്ററിയിലോടൊന്ന് സൈക്കിൾ നോക്കിക്കൊണ്ടിരിക്കും, അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ. ഇതെന്തൊരു പാടാന്ന് നോക്കണേ. എടാ എന്റെ പൈസ ഒന്നുമില്ല. 10 ലക്ഷം പോയിട്ട് 100 രൂപ ഞാൻ കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ? എന്റെ പൈസ ഇല്ല. എന്നാ നിന്റെ മുണ്ട്. 10 ലക്ഷത്തിന് മുണ്ടും കൊണ്ട് അച്ഛന്റെ പൈസ ഇല്ലെന്ന്. അച്ഛന് പൈസ കിട്ടാറുണ്ട്. പൈസ കിട്ടാറുണ്ട്, ഇല്ലെങ്കിൽ മുണ്ട് തിരിച്ചു തരൂല. മുണ്ട് തിരിച്ചു തരൂല. ഒറ്റയ്ക്ക് വിഴുങ്ങാൻ വന്നേലി. ഒറ്റയ്ക്ക് വിഴുങ്ങാൻ വന്നേലി മുണ്ടും കൊണ്ട്. ഒറ്റയ്ക്ക് വിഴുങ്ങാൻ. എനിക്ക് മനസ്സിലായി. എന്ത് നിനക്കും കൂടെ വേണോ? എനിക്കുള്ളത് ഞാൻ മേടിച്ചോളാം. ശരി, എനിക്ക് മനസ്സിലായി ഒറ്റയ്ക്ക് വിഴുങ്ങാൻ വന്നേന്ന്. എടാ ആണടാ, ഒറ്റയ്ക്ക് വിഴുങ്ങാൻ തന്നെ വന്നു. നിനക്ക് വേണോന്ന്? അത് നടക്കത്തില്ല, അത് നടക്കത്തില്ല. എടാ നടക്കത്തില്ല. നോക്കി പേടിപ്പിക്കൊന്നും വേണം, നടക്കത്തില്ല. മുണ്ടും കൊണ്ട് വന്നിരിക്കുന്നു. എന്നാ പിടി. 20 ലക്ഷം എന്ന് പറഞ്ഞോണ്ട്. അച്ഛാ സോപ്പിടാൻ പോവാ. ഇനി ഞാൻ എന്തോ പറഞ്ഞ് സോപ്പിടും? എന്താടാ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ നിക്കാണ്. വിളിച്ചു വെച്ച് ചിട്ടിക്കാശും പിടിച്ചിട്ട് അങ്ങനെ നിക്കാണ് അച്ഛൻ. കള്ളായി. എടാ എന്റെ പൈസയൊന്നും ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അച്ഛൻ ചുമ്മാരി അച്ഛാ, അമ്മ ഞങ്ങളുടെ എല്ലാം പറഞ്ഞു. എന്തായാലും ചിട്ടിക്കാശ് കിട്ടിയത് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറയായിരുന്നത് മോശമായി പോയി. കാറ് ബുക്ക് ചെയ്യട്ടെ അച്ഛാ? കാറ് ബുക്ക് ചെയ്യണ്ട അച്ഛാ. ഈടാ, ഞാൻ ചിട്ടി പിടിച്ചതിന് നിങ്ങൾ എന്തിനടേ സന്തോഷിക്കുന്നത്? അതെനിക്ക് ചുമ്മാ കിട്ടിയൊന്നുമില്ല. മാസാമാസം എണ്ണി കൊടുത്തിട്ടാ. അതെങ്ങനെ വേണോന്ന്, അതെങ്ങനെ ചെലവാക്കണമെന്ന് എനിക്കറിയാം കേട്ടാ. കാർ ബുക്ക് ചെയ്യാൻ നടക്കുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കാറൊന്നും വേണ്ട അച്ഛാ. നമുക്ക് 2 പശു മതി. 2 മതിയാ? 2 മതി. ഇവിടെ ഒരു ബൈക്ക് കൂടെ. എനിക്ക് എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാം അച്ഛാ.
പിള്ളേരെ അത് നടക്കില്ല, എനിക്ക് വേറെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എന്താവശ്യം? അതൊന്നും പറയാൻ പറ്റില്ല. അച്ഛന്റെ ആവശ്യം കഴിഞ്ഞിട്ട് തന്നാ മതി. 10 ലക്ഷം രൂപ ഇല്ല എന്തായാലും. 10 ലക്ഷം രൂപയോ? ആര് പറഞ്ഞു? ആശ പറഞ്ഞു. ഞാനൊന്ന് ഊഹിച്ചതാ. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ല. ആകെ 5 ലക്ഷം രൂപയുള്ളൂ. അതിന് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. ഒരു പശു മതി. ഒരു സൈക്കിളെങ്കിലും. അയ്യടാ, പശു പോയിട്ട് ഒരു പൂച്ചക്കുട്ടി പോലും എൻ്റെ കാശ് കൊണ്ട് വാങ്ങിക്കാന്ന് ആരും അങ്ങനെ സ്വപ്നം കാണണ്ട. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലേ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി വാങ്ങിച്ചോണം കേട്ടോ. തരൂലെന്ന് വെച്ചാൽ തരൂല. ബോസിന് വാങ്ങിക്കാൻ നടക്കുന്നു. പട്ടി പശു പൂച്ച എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് സ്വഭാവം തോന്നുന്നത്. അറിഞ്ഞൂടാ. ഇവിടെ അച്ഛനോ ഇവിടെ മക്കളെ? അകത്തുണ്ട്. ഇപ്പോഴും കാറും പശുവും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കായിരിക്കുമല്ലേ? അവരത് എപ്പോഴേ വിട്ടെന്ന് പറയാൻ പറഞ്ഞു. അതെന്തായാലും നന്നായി. ശരി, നിങ്ങളേന്ന് പഠിച്ചോ. പശു ഒരു വളർത്തുമൃഗമാണ്. പശു നമുക്ക് പാല് തരുന്നു. പാലിൽ നിന്ന് നമുക്ക് പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നെയ്യ്, വെണ്ണ, തൈര്, മിഠായി, ഐസ്ക്രീം, ചീസ് എന്നിവ ഉദാഹരണങ്ങൾ. പശുവിന്റെ ചാണകം വളരെ നല്ല വളമാണ്. മതി മതി മതി, നിർത്ത്. എനിക്കെല്ലാം മനസ്സിലായിട്ടാ. എൻ്റെ അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചല്ലേ ഇതൊക്കെ. അവനോട് ആ തൊളിച്ചിരിക്കാൻ ഇങ്ങോട്ട് വരാൻ പറ. ഏയ്, ഇറങ്ങി പോരെ. എന്താ? എന്തൊരു ശല്യമാണ് ഇതൊക്കെ. എന്തേ? അയ്യോ, നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? അച്ഛാ, നമ്മൾ ഈ സമയത്തെ കഴിവതും പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. പാൽപ്പൊടിയിട്ടൊക്കെ കലക്കിയിട്ടാണ് പാലൊക്കെ വരുന്നതെന്നാണ് എല്ലാരും പറയണേ. പാൽപ്പൊടി പാലിന്നല്ലേ അച്ഛാ? അതിന് അതിനെക്കാട്ടി ഭേദം അവർക്ക് ആ പാലിങ് തന്നാ പോരെ. ഒരു പശുവിന് വാങ്ങിക്കൊടുക്കാൻ പോവാ. അച്ഛാ, ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു പശുവിനെ വാങ്ങാം. മതി. പക്ഷെ വേറൊന്നും ചോദിക്കരുത്. വേറെന്തോ ചോദിക്കാൻ? എന്തോന്നടേ ഇത്? സന്തോഷം സഹിക്കാൻ വയ്യ. ഇനി പാല് പിടിക്കാം നമുക്ക് കേട്ടാ. പശുവിന്റെ പാല് തന്നെ പിടിക്കാം. മതി 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 മതി, സന്തോഷിക്കണ്ട. അവന് മേത്തക്കാവല്ലേ? നിക്ക് അമ്മണി. അച്ഛാ വാ, അമ്മണി വാ. അത് ശരി, അതിനിടയ്ക്ക് മേടിച്ചാ? വാങ്ങിച്ചില്ല മക്കളെ, അച്ഛനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെട്ട വാങ്ങിക്കാം. പൊളിയാ. സുന്ദരിയല്ലേ അച്ഛാ? ഓ, എന്താടാ പശു. നീ എന്നിടയ്ക്ക് പശുവിനെ വാങ്ങിച്ചാ? ഇല്ല, എനിക്ക് 20 തീയതി കഴിഞ്ഞാലേ പൈസ കിട്ടത്തുള്ളൂ. അച്ഛനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. കൊള്ളാമല്ലോടാ, നല്ല പശുവാ. എടാ, ഇത് എത്ര ലിറ്റർ കിട്ടൂടാ? എത്ര ലിറ്റർ കിട്ടുമെന്ന് അറിഞ്ഞൂടാ അച്ഛാ. പേര് സുപ്രിയ. എന്താ ചോദിക്കാത്ത? അങ്ങനെയല്ലേ പശുവിനെയൊക്കെ വാങ്ങിക്കുന്ന? എടാ, എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ വേണ്ടി വിട്ടുപോയി. പക്ഷെ നല്ല കറവ് കിട്ടും. അതെ അതെ, മോൻ കണ്ടാ അറിയാം. അല്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടിട്ടാ പശുവിനെ മേടിക്കുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു അച്ഛാ. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം തമാശ പറയാനും സമ്മതിക്കൂല. ഏടാ പശു കണ്ടോടി പെങ്കിളി, ഈ കളർ പശു എന്നെ വാലിറക്കി കുത്തിയത്. അതേടാ, അതേ ചായ. എന്ത് എന്ത് ചേട്ടാ, ഈ കളർ പശുവിനെ എടുത്ത് കൊണ്ടുപോകും. എടാ, ഇത് നീ പറഞ്ഞ പശു ഒന്നല്ല, ഇതിന്റെ പേര് സുപ്രിയ. എനിക്ക് സുപ്രിയ എന്നെ സുപ്രിയ ഇങ്ങനൊന്നുമല്ല. സുപ്രിയ നല്ല തങ്കപ്പോലത്തെ പെണ്ണ. ഇതിനെ എടുത്ത് കൊണ്ടുപോകും. എനിക്ക് കാണണ്ട ഇതിനെ. എടേ, നിനക്ക് കാണണ്ടേ? നീ നോക്കായിരുന്നാ പോരടേ. പറ്റത്തില്ല. ഇതോളപ്പം എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിന്റെ കയ്യിൽ നിന്ന് കറന്ന് കിട്ടുന്ന ഒരു തുള്ളി പാൽ ഒടുങ്ങി സുമേഷിന് വേണ്ട. ചേട്ടാ, ഇതിനെ വിളിച്ചോണ്ട് പോ. വിളിച്ചോണ്ട് പോ. എടാ, പഴയ കാര്യല്ലടാ, അതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കണോ? അത് വിട്ടുകളാ. ചേട്ടത്തിക്ക് അങ്ങനെ പലതും പറയാം. എത്ര പെമ്പിളായിരിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ ഇതെന്നെ മാനസികമായിട്ട് നാണം കെടുത്തിയത്. അവള് വരെ എന്നെ നോക്കി എന്ന് ചിരിക്കുമായിരുന്നു. ചേട്ടാ, ഇതിനെ വിളിച്ചോണ്ട് പോ. ചേട്ടാ, ഇതിനെ. എടാ, നിന്റെ പശു അല്ലടാ ഇത് എന്റെ പശു. നിന്നെ വാലിട്ട് അടിച്ച പശുവാണ്. നീ നോക്ക്, എന്റെ മുഖത്ത് നോക്ക്. വേണ്ട, നീ കാണിച്ചു വെച്ചാ നീ കണ്ണിനകത്ത്. എടാ, ഈ പശു അല്ലെന്ന് ഇനി കുത്തും കൂടെ മേടിക്കരുത്. അടുത്ത കുത്ത് വാങ്ങും. എടാ തമ്മ, നിന്റെ അടുത്തല്ലേ പറഞ്ഞ പശു പാൽ എനിക്ക് ഇഷ്ടമല്ല, ആട്ടുംപാല ഇഷ്ടമെന്ന്. അത് പിന്നെ പശുവിന്റെ അച്ഛനെ കാണിച്ചിട്ട് പിന്നെ ആടിനെ വാങ്ങിക്കാം. ചേട്ടാ, കട്ട കലിപ്പാവുന്നതിന് മുമ്പ് ഇതിനെ ഇവിടുന്ന് കൊണ്ടേക്കോ. ചേട്ടാ, ഇതിന്റെ കളറെങ്കിലും മാറ്റി പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ അതിനെ കൈ വെക്കും. ഓടാ കിടന്നു. എന്റെ ചേട്ടാ ഇതിനെ കൊണ്ടുവന്ന് എന്റെ കൺട്രോൾ കൈ വിട്ടു വന്നു. നീ എന്താ ചിരിക്കുന്നേ? അതുപോലെ പണ്ട് ഇവൻ ഇതുപോലത്തെ പശുവിന്റെ നടി വാങ്ങിച്ചില്ലേ, അപ്പൊ ഇങ്ങനെ ഒറ്റ കണ്ണും പൊത്തി മാങ്ങ
ആണോ ആടാ ആണോ എന്താ ആണോ എന്താ എന്താ ഇത് എന്തുവാ വാ മണി കഷ്ടമുണ്ട് അവിടെ പോന്നു വാ, വാ, ഇവിടെ നിന്ന്, ഇവിടെ നിന്ന്. എന്നെ അറിയോ കല്ലെറിയും ഞാൻ അച്ഛനാണെന്ന് അയ്യോ, പശു, അയ്യോ ഇതോ നടക്കുന്നു. നിങ്ങൾക്ക് ഓടി നമുക്ക് ഇവിടെ ശരിയാവില്ല ബാ നമുക്ക് പോവാം ചെല്ലു പോ നമുക്ക് പോവാം ബാ അതിന്റെ കൂടെ അങ്ങ് പൊക്കോണം ഫസ്റ്റ് ചേട്ടൻ പോയി നാത്തൂനെ എനിക്കേ ഉണർന്നിരിക്കുമ്പോ ആവശ്യമില്ലാത്ത കുറെ സംശയങ്ങളാ. എന്ത് സംശയം? അതായത് ഫോർ എക്സാമ്പിൾ ഈ രാവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? രാവെന്ന് വെച്ചാൽ രാത്രി. ആ രാത്രിയാണേ. അപ്പൊ അങ്ങനെ വരുമ്പോ രാവിലെ എന്ന് പറയുമ്പം രാത്രിയിലെ എന്നല്ലേ വരണ്ടേ? പിന്നെ നമ്മൾ എന്തിനാ ഈ സമയത്ത് രാവിലെ എന്ന് വിളിക്കുന്നേ? ശരിയാണല്ലോ. ആ ഇതുകൊണ്ടാ ഞാൻ രാവിലെ എഴുന്നേക്കാത്തെ. ബെസ്റ്റ്. തീ അണഞ്ഞു പോയി. ഊതി കത്തിക്കടി. അയ്യോ ശ്വാസം മുട്ടില്ല. ഊത് നല്ലോണം ഊത് കുനിഞ്ഞ് എന്നങ്ങോട്ട് ഊതിയേ. അത് കടിക്കുകയല്ല അങ്ങോട്ട് ചെല്ല്. എനിക്ക് പേടിയോ എന്റെ മുടി. നമ്പർ കത്തിക്കടി. കെട്ടിയോളെ ഞാൻ ചൊവ്വാഴ്ച ബാംഗ്ലൂർ പോകുന്നുണ്ട്. നല്ലൊരു പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ. ചേട്ടത്തി ബാക്കൊന്നും ചെയ്യേണ്ട അടുത്തി ചേട്ടൻ നീ എത്ര വട്ടം പറഞ്ഞാൽ ഞാൻ തന്നെ പോന്നു. ഈ ദൂരയാത്ര എന്ന് പറഞ്ഞതേ എന്നെ പോലെ ചുറുചുറുപ്പുള്ള യുവാക്കൾക്ക് പറഞ്ഞിട്ടുള്ള. അല്ല നിങ്ങളിപ്പോ എന്തിനാ ബാംഗ്ലൂർക്ക് പോകുന്നത്? അത് സുഭാഷിന്റെ മോനെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയിട്ട്. കൂട്ടത്തിൽ എനിക്ക് പ്രാണേഷ് റെഡ്ഡിയെ ഒന്ന് കാണണം. അതാരാ? അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരംകൊത്തി നിരീക്ഷണ വിദഗ്ധൻ പ്രാണേഷ് റെഡ്ഡി. ആ എന്നാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുവോ? ഇത് ഇവന്റെ ഒരു ഫോട്ടോയും കൂടെ കൊണ്ടുപോയിട്ട് ഇത് ഏതനത്തിപ്പെടുന്ന ജീവിയാന്ന് ഒന്ന് അന്വേഷിച്ചു വരൂ പ്ലീസ്. കോമഡി എടാ ഇതുപോലെ ഒന്നുണ്ടല്ലോ. ആ കൊരങ്ങ് അല്ല ചിമ്പാഞ്ചി അല്ലടാ അതാ മറ്റേ സിനിമയിൽ. ഹലോ ഡിനോസർ ഡിനോസർ. അതെ ആശയാണ്. ആരാ? സിദ്ധാർത്ഥോ? ഏത് സിദ്ധാർത്ഥ്? ഓ സിദ്ധാർത്ഥ്. ഹലോ അയ്യോ എത്ര കാലായി. ഇതിപ്പോ എങ്ങനെ നമ്പർ കിട്ടേ? ആ ഗ്രൂപ്പിന്ന്. ഓ പറയുന്നിട്ട് സുഖാണോ? ഷ്യോ അതൊക്കെ മറക്കാൻ പറ്റുമോ? ഞാനത് ഇപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ആലോചിക്കും. ആ ശരിക്കും. ഇപ്പൊ എവിടെയാ? എന്തോ ഈ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. എനിക്കങ്ങനെ അറിയാം. എന്റെ BP കൊടുത്തു. ആ ഫ്രീ ആണ് പറഞ്ഞോളൂ. ഷോ എന്നാലും ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി കേട്ടോ. ആ ഞാനിങ്ങനെ അൺനോൺ നമ്പർ ഒന്നും കണ്ടാൽ ഇങ്ങനെ എടുക്കാറില്ലേ. ആ പക്ഷെ ഇന്നിപ്പോ എന്തോ അങ്ങ് എടുത്തതാ. ഷോ ഇപ്പൊ എവിടെയാ? ആ ലീവിന് വന്നാണോ? ആ ശരി ചുമ്മാ വിളിച്ചതാ. ആ എന്നാ ഈ വരുന്ന ബുധനാഴ്ചയോ? ആ വരും ഉറപ്പായിട്ട് വരും. എല്ലാരെയും വിളിച്ചിട്ടുണ്ടോ സ്കൂളിൽ നിന്ന്? ഓക്കെ ആ ഞാൻ ഉറപ്പായിട്ട് വരും. എല്ലാരും കാണാമല്ലോ, ഒത്തിരി കാലായില്ലേ. ആ ശരി എനിക്ക് ആ ലൊക്കേഷൻ ഒന്ന് അയച്ചിട്ടേക്കോ ഇതിലേക്ക്. ആ ഇതിൽ വാട്സപ്പ് ഉണ്ട്. ആ മതി ഇതിലേക്ക് അയച്ചാൽ മതി. ഞാൻ വന്നോളാം. ശരി ഓക്കെ. അപ്പൊ ബുധനാഴ്ച കാണാം, നേരിട്ട് കാണാം. ബൈ. സൂക്ഷിച്ചും കണ്ണുമൊക്കെ. ആര് വിളിച്ചേ? സിദ്ധാർത്ഥ് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാ. നീ ഇങ്ങനെ പ്രകാശിക്കണേ എന്തിന്? എന്തിനു വിളിച്ചത്? അവന്റെ അനിയതര കല്യാണ ഈ ബുധനാഴ്ച, അത് വിളിക്കാൻ വിളിച്ചോ. അതിന് ചേട്ടത്തി എന്തിനാ ഇങ്ങനെ പുഷ്പിക്കുന്നേ? ആ എന്തോ ഹിസ്റ്ററി ഉണ്ടടാ ഉറപ്പ്. അതേ മോഹൻ നോക്കിയേ കണ്ടാ ചേട്ടാ നോക്ക്
ഉണ്ട്. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് പറ ഞാൻ പോണു. അവിടെ നിക്കട്ടാ, ചേട്ടത്തി പറഞ്ഞിട്ട് കേട്ടിട്ട് പോയാൽ മതി. എന്തോ ചേട്ടാ കൊച്ചു പിള്ളേരെ പോലെ സ്കൂളിലെ കഥയൊക്കെ കേട്ടിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നേ? പറ. പിന്നല്ലാതെ നിങ്ങളുടെ ബാദുഷയുടെ കഥ മുഴുവൻ ഞാനിരുന്ന് കേട്ടതല്ലേ? എടി ഞാനും ബാദുഷയും തമ്മിൽ അച്ചാരം വെള്ളം കുടിച്ച പോലെയാണ് നീ സിദ്ധാർത്ഥം തമ്മിൽ ലൈൻ അടിച്ച കഥ. അയ്യേ ഇതൊന്നും അല്ല. പിന്നെ ഞാൻ പറയുന്നില്ല. അത് പറയണ്ട പോ. ചേട്ടത്തി പറയണതേ, ഇതൊക്കെ ഒരു രസമല്ലേ? പല പ്രണയങ്ങളിലും നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. പറ നാത്തൂനെ, ഒരു കുഴപ്പമില്ല, പറഞ്ഞോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ 6ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ആദ്യമായിട്ട് ലവ് ലെറ്റർ തന്ന ആളാണ് ഈ സിദ്ധാർത്ഥ. 6ാം ക്ലാസ് വെച്ച് ഇത് മറ്റേതേ വിശാല മനസ്സേ വിരോധം വരുതേ. വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. ഇത് പ്രോപ്പർ പ്രേമലേഖനം. ഞാൻ പോണു. ചേട്ടാ അവിടെ ചേട്ടാ, ചേട്ടത്തി പറയട്ടെ. നാത്തും പറഞ്ഞ നാത്തൂനെ, എന്നിട്ട് നാത്തൂൻ എന്ത് തിരിച്ചു പറഞ്ഞു? ഞാൻ എന്ത് പറയാൻ, വീട്ടിലറിഞ്ഞ വഴക്ക് കുറയുകൊണ്ടും നടക്കൂല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ ലെറ്റർ എഴുതി കൊടുത്താണ്. പിന്നല്ലാതെ നല്ല മിടുക്കൻ ചെറുക്കനായിരുന്നു, നല്ലോണം പഠിക്കും, പിന്നെ ഈ സ്പോർട്സിലൊക്കെ ചാമ്പ്യൻ ആയിരുന്നു, എപ്പോഴും ലോങ് ജമ്പിന് ട്രോഫി ഒക്കെ കിട്ടുമായിരുന്നു. ആണോ? കാണാനൊക്കെയോ മിടുക്കൻ. സുന്ദരനായിരുന്നു. സുന്ദരനായിരുന്നു. നല്ല ചേർച്ചയായിരുന്നല്ലേ? ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അടിപൊളിയായിരിക്കും. കല്യാണത്തിന് കാണുമ്പോ പറയാം. നമുക്കും എനിക്ക് ലോങ് ജമ്പിലെ ട്രോഫി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചുമ്മാ തള്ളു തള്ളു തള്ളേ തള്ളു. സിദ്ധാർത്ഥിന്റെ ഫോട്ടോ ഉണ്ടോ? ഇപ്പൊ വാട്സാപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കാലോ. പണ്ട് ഭയങ്കര ഗ്ലാമർ ആയിരുന്നു സിദ്ധാർത്ഥ്. നിനക്കിപ്പോ എന്തൊക്കെ അറിയണ്ടേ? അല്ലേ ചേട്ടനെ ഗ്ലാമർ ആയിരുന്നു. എടാ എണീറ്റ് പോടാ ഇറക്കാം. ഇത് പോയി, ഇത് കയ്യിന്ന് പോയി. അത് ലോങ് ജമ്പ് ആയിരുന്നോ? അതായിരുന്നോ കാണിച്ചത്? ഞാൻ മറ്റേ തവളക്ക് തവള പിക്കാടി ചേട്ടൻ. ഞാനൊന്ന് പോയി നോക്കട്ടെ ഏട്ടാ, സമാധാനിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ, എന്താ സീനെന്ന്. എന്താ ചേട്ടത്തി എന്താടാ സിദ്ധുവിന്റെ കാര്യം? ചേട്ടന്റെ സ്റ്റാൻഡ് എന്തുവാ? ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അത് കുറച്ചേരം കഴിയുമ്പോ കരഞ്ഞോണ്ട് വന്നോളും. അയ്യോ ആശയെ പറ്റിപ്പോയി, ഞാൻ നിന്നെ സംശയിച്ചു പോയെന്നൊക്കെ പറഞ്ഞു. പിന്നല്ലാതെ ഇതിപ്പോ ഞാൻ ചേട്ടത്തിന്റെ ഭാഗത്താണല്ലോ. അല്ലേ? ഒരു ചെറിയ ഫോൺ കോളിന്റെ പേരിലൊക്കെ സംശയിക്കാന്ന് പറഞ്ഞാ ചേട്ടത്തി ആണ് ഇങ്ങോട്ട് ഇരുന്നേ, മടിപടം ജോലി ചെയ്താൽ ഞാൻ ഒരു പാട്ട് വെച്ചുതരാം. ചേട്ടത്തി ആ പാട്ട് കേട്ടിട്ട് മൈൻഡ് ഒക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. ചേട്ടത്തി ഇരി, ഇവിടെ ഇരി. ഇതിന്റെ ഫോട്ടോ ചോദിച്ചേ. ഈ പാട്ട് കേൾക്കുമ്പോ ചേട്ടത്തിന്റെ മൈൻഡ് എല്ലാം സെറ്റായി, എല്ലാം തേഞ്ഞു മാഞ്ഞു പോകും. ഓക്കെ? നല്ല പാട്ട്. പിന്നെ നല്ല പാട്ടല്ലേ ചേട്ടത്തി സുമേഷ് തരൂ. കേട്ടിട്ട് എത്ര നാളായല്ലോ. ചേട്ടത്തി ഈ പാട്ടൊക്കെ കേട്ട് വിടില്ല, ഞാൻ ഇപ്പം വരാം കേട്ടോ. ശരി ശരി കേട്ടോ. ചേട്ടാ ചേട്ടയുടെ എന്തോ ചെയ്യുന്നു? നീ കണ്ടോ? ചേട്ടൻ ഞാൻ വേറൊരു കാര്യം കാണിച്ചേ. പാ എന്തോന്നാ പാ ചേട്ടാ, ഇട് അവിടെ ഇട്. അത് കള നിക്ക്, അത് കള നിക്കടാ ചേട്ടാ, അത് കള ചേട്ടാ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാന്നിട്ട് പറഞ്ഞു. പാ ഇങ്ങോട്ട് നിന്ന്. എന്തോ കണ്ടോ? ചേട്ടത്തി വേറെ ഏതോ ലോകത്താ. എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലാണ്. ദൈവമേ, കറങ്ങി ചേട്ടൻ വന്നു. കണ്ടോ കിടന്ന് കറങ്ങിയതുണ്ടോ? അതിലിപ്പോ എന്ത്? എന്റെ ചേട്ടാ സിനിമയൊന്നും കാണാറില്ലേ? എന്തോ മനസ്സിലുള്ളപ്പോഴാ പെണ്ണുങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നേ. ജസ്റ്റ് ഒരു കറക്കമല്ലേ കറങ്ങിയോളൂ. അടിപൊളി. ഒരു കറക്കം തന്നെ ഭയങ്കര ഡേഞ്ചറാ. 2 കറക്കം കഴിഞ്ഞ് കഴിഞ്ഞാലേ തീർന്നു. പിന്നെ എനിക്ക് ബാംഗ്ലൂർ പോകാനല്ലേ നീ ഇതൊക്കെ പറയണേ? ചേട്ടാ ഞാൻ അത്രയ്ക്ക് വൃത്തിയിടാനാണ്. ആണ്. അത് ശരി. ഞാൻ ആത്മാർത്ഥത്തോടൊരു കാര്യം പറയാം ചേട്ടൻ്റെ അടുത്ത്. ചേട്ടാ ഈ സമയത്ത് ചേട്ടത്തൂടെ തന്നെ നിൽക്കണം. ചേട്ടനെ പോലെ ഒരു തങ്കക്കൂടത്തെ കിട്ടാനേ ചേട്ടത്തെ എത്ര ഭാഗ്യം ഇതെന്ന് ഓർപ്പിച്ചു കൊടുക്കണം. തന്നെയല്ലേ? പിന്നെ ചേട്ടൻ ചെല്ല്. ചെല്ലങ്ങോട്ട്. ഹായ് മിനു ചക്രവർത്തി.
ഐ എം കമ്മിങ് ടു ബാംഗ്ലൂർ. ഇത്ര ഇംഗ്ലീഷൊക്കെ എനിക്കറിയാവും. സെൻറ്റ്. എന്തു ചേട്ടാ ഇത് ട്രോഫി നോക്കാൻ വേണ്ടി കുഴിച്ചാന്നോ ചേട്ടാ? ഇത് ട്രോഫി നോക്കാൻ വേണ്ടി കുഴിച്ചാന്ന്. എടാ ഇത് പോടെ കിടങ്ങ അവിടെ നിന്ന്. ഇതെനിക്ക് ലോങ് ജമ്പ് ചാടാനുള്ള പിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കുറെ വിറ്റ് കാണേണ്ടി വരും. നീ അവിടെ അടുത്ത് പോയി ചോദിക്കേ ആ സിദ്ധാർത്ഥ എത്ര മീറ്ററാണ് ചാടിയെന്ന്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് വയസ്സാങ്കാലത്ത് എന്തോതിന്റെ കട? വെറുതെ നടുവൊടിഞ്ഞ് അവിടെ കിടക്കേണ്ടി വരുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒടിഞ്ഞാലും കുഴപ്പമില്ല. നീ നിന്റെ സിദ്ധാർത്ഥന്റെ അടുത്ത് പോയി ചോദിച്ചു അവ എത്ര മീറ്ററാണ് ചാടിയെന്ന്. എന്റെ ചേട്ടാ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന്റെ കാലിന് എത്ര നീളം ഉണ്ടാവാനാ? അതിനെയാണോ ചേട്ടൻ ഇപ്പൊ ചാടി തോപ്പിക്കാൻ പോണേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? ആ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ചാടാ അറിയാമെന്ന് തെളിയിച്ചേ പറ്റുള്ളൂ. എന്റെ പൊന്നുത്തോണ്ട, നിങ്ങൾ ഓരോന്ന് കാണിച്ചിട്ട് കാല് മടങ്ങി അവിടെ അങ്ങനെ കിടക്കും കേട്ടോ. ആരില്ലേ ഇങ്ങോട്ട്? എന്റെ ദൈവം ദേ പോണു. ഇതെവിടെ പോവാ? ഒന്നുവഴി അങ്ങ് പൊക്കോട്ട്. വരുന്നോ? ആ ഓണിയോ മറിച്ച് ആ സാധനം. കണ്ടാടി കണ്ടാ? ആ കണ്ട്. കാല് മടങ്ങിയ? ഇല്ല ഇല്ല. നീ എന്താന്ന് വിചാരിച്ചേ ആ സിദ്ധാർത്ഥന് മാത്രമേ ചാടാൻ പറ്റുള്ളതാ? അതെ, സിദ്ധാർത്ഥന് ചാടാന്ന് പറഞ്ഞൂടായിരുന്നു. അവൻ എപ്പ ചാടിയാലും കാല് മടങ്ങി വീഴുമായിരുന്നു. അപ്പൊ ചേട്ടത്തി തള്ളിയതല്ലേ? ചെറുതായിട്ട്. എടാ ഉത്തമ, ട്രോഫി കിട്ടിയിടാ. എന്താ കണ്ടാ? ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലല്ലോ. ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി? എടാ ഈ ആക്രി സാധനങ്ങൾ കളയാൻ വേണ്ടി ഞാനൊരു ചാക്കി കെട്ടി വെച്ചിരുന്നു, അതിൽ നിന്ന് കിട്ടിയതാ. ചുമ്മാ അല്ല, ഞാൻ വീടിനെ മുഴുവൻ നോക്കി കണ്ടില്ല. അപ്പൊ ഇതൊക്കെ ഉള്ളതായിരുന്നല്ലേ? പിന്നെ നീ കള്ളം പറയേണ്ട കാര്യം തോന്നുന്നു. അല്ല, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ശരിയായിരിക്കുന്നു. നിനക്ക് കുറെ തോന്നും. അതെ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിട്ടാ വന്നേ. ഇത് ഞാൻ കല്യാണത്തിന് പോകുന്നില്ല കേട്ടോ. അതെന്താ പോകാത്തെ? പോകുന്നില്ല അത്ര തന്നെ. വേണ്ട വേണ്ട, നീ കല്യാണത്തിന് പോകണം. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാണ്. പിന്നെ അല്ലാതെ ചേട്ടത്തി പോണം, ചേട്ടന് കൂടെ വരും. ഞാൻ വരണമെന്നില്ല, അവൾ ഒറ്റയ്ക്ക് പോയിക്കോളും. നിങ്ങൾ എന്ത് വെച്ചാൽ അയക്കോ, എനിക്ക് ബാംഗ്ലൂർ പോകണം. ഡേയ്, നീ ബാംഗ്ലൂരിൽ പൊയ്ക്കോ, മനുഷ്യന് സമാധാനം എന്താ? അങ്ങനെയാണ് എൻ്റെ കൂടെ ഉത്തമണ്ണും കൂടെ വാ. എനിക്ക് അവനൊന്ന് പരിചയപ്പെടുത്താൻ ചെയ്യാലോ. ആ ശരി, അതെ പോകുമ്പം ഇതും കൂടെ കൊണ്ടേക്കോ. എന്നിട്ട് പറയണം കാല് മടങ്ങാതെ ചാടാൻ അറിയുന്ന ഒരുത്തനാണ് എന്റെ ഭർത്താവെന്ന്. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം. അയ്യേ എന്തൊരു മനുഷ്യനാടാ നീ.